പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അബി ഗുണ്ടകളെ വിളിച്ചോണ്ട് വന്ന് മഹിമയെയും മുകുന്ദനെയും ഗൗരിയമ്മയെയും ആ വീട്ടിൽ നിന്ന് പുറത്താക്കാം എന്ന് ഉദ്ദേശിച്ചു. ആ വീട്ടിലെ സാധനങ്ങളെല്ലാം തന്നെ പുറത്തേക്ക് ഇടുകയാണ് കേട്ടോ. ആ സമയത്താണ് ഗിരി അവിടേക്ക് വരുന്നത്. അങ്ങനെ ഗിരിയെ കണ്ടതോടുകൂടി ഒന്ന് പെട്ടെന്ന് പേടിക്കുന്നുണ്ട് കേട്ടോ. എങ്ങാനും ഗിരിയേട്ടന്റെ കയ്യിൽ നിന്നും ഇനിയിപ്പോൾ അടി കിട്ടുമോ എന്നുള്ള പേടിയിലാണ് അബി നിൽക്കുന്നത്. അങ്ങനെ കൊണ്ടുവന്ന ഗുണ്ടകളും ഗിരിയെ കണ്ടപ്പോൾ ഒന്ന് പേടിക്കാൻ കേട്ടോ. ഗിരിയേട്ടനാണല്ലോ എന്നുള്ള പേടിയിലാണ് അവർ ഗിരിയെ നോക്കുന്നത്. അങ്ങനെ ഗിരി അബിയുടെ അടുത്തേക്ക് വരികയാണ്. എന്നിട്ട് ഗിരി പുഞ്ചിരിയോട് കൂടി ചോദിക്കുകയാണ്, എന്താ അബി, അലമ്പുണ്ടാക്കാനുള്ള പരിപാടിയാണോ? അപ്പോൾ അബി അഹങ്കാരത്തോടു കൂടി പറയുകയാണ്, ഞാൻ വിജയിച്ചു എന്നുള്ള ഭാവത്തിൽ അബി പറയാണ്, എൻ്റെ വീട്ടിൽ വലിഞ്ഞു കയറി താമസിക്കുന്നവർ മാന്യമായി പുറത്താക്കുന്നേ ഉള്ളൂ. എന്താ ഗിരിയേട്ടാ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഗിരി ചിരിച്ചോണ്ട് പറയുകയാണ്, എനിക്ക് എന്ത് കുഴപ്പം? ഈ വീടിന്റെ ഉടമസ്ഥനെ നീ ഇങ്ങനെയൊക്കെ പറയുന്നത് കൊണ്ടും ചെയ്യുന്നത് കൊണ്ടും ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്ന് ചോദിക്കുമ്പോൾ അബി പറയാണ്, ഈ വീടിന്റെ ഉടമസ്ഥൻ ജോർജേട്ടനാണ്. ജോർജേട്ടൻ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ഈ വീട് എൻ്റെ പേരിൽ എഴുതി തരും. ഇപ്പോൾ ഗിരി പറയാണ്, ഈ വീടിന്റെ ഉടമസ്ഥൻ അതിനിപ്പോ ജോർജേട്ടനാണെന്നുള്ളത് നിന്നോട് ആര് പറഞ്ഞു? അബി ആകങ്ങ് ഞെട്ടിപ്പോവുകയാണ് കേട്ടോ. എന്നിട്ട് ഗിരി പറയാണ്, ഇന്ന് രാവിലെ 10 മണിക്ക് ജോർജേട്ടൻ ഈ വീട് വിറ്റു എന്നങ്ങ് പറഞ്ഞതോടുകൂടി ഞെട്ടലോട് കൂടി ചോദിക്കുകയാണ്, ആർക്ക് വിറ്റു? ഇപ്പോൾ ഗിരി പൊട്ടിച്ചിരിച്ചോണ്ട് പറയാണ്, അഡ്വക്കേറ്റ് മുകുന്ദൻ ഉണ്ണിക്കും മഹിമയ്ക്കും. ഇത് കേട്ടപ്പോൾ അബിയും കൂട്ടരും ആകങ്ങ് ഷോക്കായിട്ടാണ് കേട്ടോ നിൽക്കുന്നത്. അപ്പോൾ മുകുന്ദൻ വരെ ആകെ ഷോക്കാവുകയാണ്. ഇതെന്താ ഈ ഗിരി ഈ പറയുന്നത് എന്നുള്ള ഭാവത്തിൽ കേട്ടോ. മഹിമ അടക്കം എല്ലാവരും ഞെട്ടലോട് കൂടിയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഗൗരിയമ്മയും ഒന്ന് ഷോക്കാവുകയാണ്. എന്നിട്ട് പെട്ടെന്ന് ഗൗരിയമ്മ സന്തോഷം കൊണ്ട് പുഞ്ചിരിക്കാൻ കേട്ടോ. എന്നിട്ട് ഗിരി അബിയുടെ കയ്യിലേക്ക് അങ്ങ് കൊടുക്കുകയാണ്, ഇതൊന്ന് വായിച്ചു നോക്ക് എന്ന് പറഞ്ഞിട്ട് അത് വായിച്ചിട്ട് അബിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല കേട്ടോ. എന്നിട്ട് അബി പറയണ, ഇല്ല, ഞാൻ ഈ വീടിന് അഡ്വാൻസ് കൊടുത്തതാണല്ലോ എന്ന് പറയുമ്പോൾ ഗിരി പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറയുകയാണ്, നിന്റെ അഡ്വാൻസ് ഒക്കെ തിരിച്ച് ജോർജേട്ടൻ കൊടുത്തിട്ടുണ്ട്. നിന്റെ ബാങ്ക് അക്കൗണ്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്ക്. എന്നാൽ പിന്നെ ഇതൊക്കെ കണ്ടു ബോധിച്ചില്ലേ എന്നാ എല്ലാവരും കൂടി അങ്ങ് ഇറങ്ങാൻ നോക്കും. പോകുന്നതിന്റെ മുന്നേ ഒരു കാര്യം, ഈ വീട്ടിൽ നിന്നും വലിച്ചു പുറത്തിട്ടിട്ടല്ലേ ഈ സാധനങ്ങളൊക്കെ തിരിച്ചങ്ങ് വെച്ചേക്ക് എന്ന് പറയുമ്പോൾ അബി ഇതൊക്കെ തിരിച്ചു വെച്ചേക്ക് എന്ന് ഗുണ്ടകളോട് പറയുമ്പോൾ, അവരല്ല, നീയും നിന്റെ ഈ വായുങ്ങൾ രണ്ടുപേരുമാണ് തിരിച്ചു വെക്കേണ്ടത്. എന്നിട്ട് ഗിരി ഗുണ്ടകളോട് ദേഷ്യത്തിൽ പറയുകയാണ്, നിന്നെ ഒന്നും ഇനി ഈ പരിസരത്ത് പോലും കണ്ടേക്കരുത് എന്ന് പറയുമ്പോൾ അവർ ഗുണ്ടകൾ പേടിച്ചോണ്ട് പറയാണ്, ശരി ഗിരിയേട്ടാ എന്ന് പറഞ്ഞ് അവർ പോവുകയാണ്. എന്താ മക്കളെ നോക്കി നിൽക്കുന്നത്, പെട്ടെന്ന് പണി തീർക്കാൻ നോക്ക് എന്ന് പറയട്ടോ. അങ്ങനെ അബി കൂടി അതെല്ലാം എടുത്ത് അകത്തേക്ക് വെക്കുകയാണ്. അങ്ങനെ ഗിരിയുടെ അടുത്തേക്ക് മുകുന്ദൻ ചെന്നിട്ട് ചോദിക്കുകയാണ്, അല്ല ഗിരി, ഇതെങ്ങനെ ഒപ്പിച്ചു എന്ന് ചോദിക്കുമ്പോൾ, അതൊക്കെ ഞാൻ നിന്നോട് വിശദമായിട്ട് തന്നെ പറയാം. അതിൻ്റെ മുന്നേ ഇവരുടെ കഷ്ടപ്പാടൊക്കെ കണ്ട് ആസ്വദിക്കുക. അങ്ങനെ അവരെ കഷ്ടപ്പെട്ട് എല്ലാ സാധനങ്ങളും പുറത്തിട്ട എല്ലാ സാധനങ്ങളും തിരിച്ച് അകത്ത് കയറ്റി വെക്കുകയാണ്. അങ്ങനെ അബിയും മുകുന്ദനും മഹിമയും ഗൗരിയമ്മയും ആസ്വദിച്ച് അവരുടെ കഷ്ടപ്പാട് കാണുകയാണ് കേട്ടോ. എന്നിട്ട് ഗിരി മുകുന്ദനെയും മഹിമയെയും ചേർത്ത് നിർത്തിക്കൊണ്ട് പറയാണ്, ഇനി രണ്ടുപേരും കൂടി ഐശ്വര്യമായിട്ട് ഇത് വാങ്ങ് എന്ന് പറഞ്ഞ് അവരുടെ അടുത്ത് ആ ആധാരം കൊടുക്കുകയാണ്. പിന്നീട് അബിയും വിപിനും കൂടി നേരെ ഗോപാൽജിയെ കാണാൻ ചെല്ലുകയാണ് കേട്ടോ. എന്നിട്ട് ചോദിക്കുകയാണ്, എന്താണ് ഗോപാൽജി സംഭവിച്ചത് എന്ന് ചോദിക്കുമ്പോൾ, എനിക്കറിയില്ല, ഗിരിയും ജോർജും തമ്മിൽ അത്രയ്ക്ക് അടുപ്പമാണ്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ടാണെന്നല്ലേ പറഞ്ഞത്? എൻ്റെ ഫ്രണ്ടൊക്കെ തന്നെയാണ്. ഗിരിയെ പരിചയപ്പെടുത്തി കൊടുത്തതും ഞാനാണ്. പക്ഷേ ഗിരിയാണ് അവരുടെ വീട്ടുകാരുടെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നതും എല്ലാം. അതുകൊണ്ട് അവർ തമ്മിൽ നല്ല അടുപ്പത്തിലാണ്. അപ്പോൾ നിങ്ങളെക്കാളും കൂടുതൽ സ്വാധീനം ഗിരിക്കാണോ എന്ന് ചോദിക്കുമ്പോൾ, അതെ, എന്നെക്കാളും കൂടുതൽ സ്വാധീനം ഇപ്പോൾ ജോർജിന് ഗിരിയോടുണ്ട് എന്ന് പറയട്ടോ. അബി ചോദിക്കാണ്, നമ്മൾ അഡ്വാൻസ് കൊടുത്തതല്ലേ, എന്നിട്ടും അയാൾ ഇങ്ങനെ ചെയ്താൽ നമുക്ക് അയാൾക്കെതിരെ കേസ് കൊടുത്തൂടെ എന്ന് ചോദിക്കുമ്പോൾ ഗോപാൽജി പറയണം, അതൊന്നും നടക്കില്ല. മുകുന്ദൻ നല്ലൊരു വക്കീലാണ്. അവൻ അതിൽ നിന്നൊക്കെ പുഷ്പം പോലെ ഊരിപ്പോരും. പിന്നെ അഡ്വാൻസ് കൊടുത്ത പൈസ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് തന്നെ തിരിച്ചിട്ടില്ലേ, അതുകൊണ്ട് ആ കേസൊന്നും നിലനിൽക്കാൻ പോകുന്നില്ല എന്ന് പറയട്ടോ. ഇനിയിപ്പോൾ മറ്റെന്തെങ്കിലും പ്ലാൻ നോക്കാം, അതാണ് നല്ലത് എന്ന് പറയുമ്പോൾ എനിക്ക് ദേഷ്യം വരും കേട്ടോ. എന്നിട്ട് പറയണേ, ഞാൻ നല്ലൊരു പ്ലാൻ ഉണ്ടാക്കി ഗോപാൽജിയുടെ കയ്യിൽ തന്നതല്ലേ, അതെല്ലാം നശിപ്പിച്ചില്ലേ എന്ന് പറയുമ്പോൾ ഗോപാലൻ പറയണേ, അതിന് എനിക്ക് മഹിമയോടും മുകുന്ദനോടും ഒരു ശത്രുതയുമില്ല. എനിക്ക് ഗിരിയോടും മഞ്ജുവിനോടാണ് ശത്രുത. പക്ഷേ നീ ഒരു കാര്യം വന്ന് പറഞ്ഞപ്പോൾ നിന്നെ സഹായിച്ചു എന്ന് മാത്രമുള്ളൂ. അതിന് എന്നോട് ഇങ്ങനെയൊന്നും സംസാരിക്കേണ്ട എന്ന് പറയുമ്പോൾ, എനിക്ക് നിങ്ങളെന്നെ ഒരു പേടിയുമില്ല. അതുകൊണ്ട് എൻ്റെ കൂടെ നിൽക്കുന്നവർ തെറ്റ് ചെയ്താൽ ഞാൻ അത് അവരുടെ മുഖത്ത് നോക്കി പറയും എന്ന് പറയട്ടോ. അതിന് എനിക്ക് നിങ്ങളെ ഒരു പേടിയുമില്ല എന്ന് പറഞ്ഞപ്പോൾ ഗോപാലൻ ചിരിച്ചുകൊണ്ട് പറയണേ, ഇതൊക്കെ കൊണ്ട് തന്നെയാണ് ഞാൻ നിന്നെ കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് നീ ഇനി അടുത്ത ഒരു പ്ലാൻ ഉണ്ടാക്കിക്കോ, ഞാൻ എന്നെ കൊണ്ട് കഴിയുന്ന സഹായം ചെയ്തോളാം എന്ന് പറയട്ടോ. അബി ഗോപാലന്റെ മുഖത്ത് നോക്കി ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ വിപിൻ പറയണേ, എന്താടാ അബി എന്ന് പറയുമ്പോൾ, നീ ഒന്ന് വെറുതെ ഇരുന്നേ എന്ന് പറയട്ടോ. എന്നിട്ട് ഗോപാലൻ പറയണേ, നിനക്ക് ഇനി എന്ത് സഹായം വേണമെങ്കിലും എന്നോട് ചോദിക്കാം, എന്നെ കൊണ്ട് കഴിയുന്നത് ഞാൻ നിനക്ക് സഹായം ചെയ്തു തരാം എന്ന് പറയട്ടോ. അപ്പോൾ അബി പറയണേ, നിങ്ങളുടെ ഒരു സഹായം എനിക്ക് വേണ്ട, എനിക്കിനി നിങ്ങളുടെ സഹായം വേണ്ടത് സാമ്പത്തികമായിട്ടാണ്. അത് നിങ്ങൾ എനിക്ക് ചെയ്തു തന്നാൽ മതി എന്ന് പറയട്ടോ. ഗോപാലൻ പറയണേ, അതൊക്കെ ഞാൻ തന്നോളാം, നീ പ്ലാൻ ഉണ്ടാക്കിക്കോ
നോക്കിക്കോ അടുത്തത് എന്ന് പറഞ്ഞ് ഗോപാലൻ പോവുകയാണ് കേട്ടോ. അങ്ങനെ അബി പറയണേ, നീ എന്തിനാണ് ഗോപാലിനോട് ഇങ്ങനെയൊക്കെ സംസാരിച്ചത്, അയാൾക്ക് അങ്ങനെ ദേഷ്യം വന്നിരുന്നെങ്കിലോ എന്ന് പറയുമ്പോൾ എനിക്ക് ആരോട് എന്ത് സംസാരിക്കാനും ഒരു പേടിയുമില്ല, പക്ഷേ നമ്മുടെ അടുത്ത പ്ലാൻ ഇനി ചീറ്റി പോകാൻ പാടില്ല എന്ന് അബിയും വിപിനും കൂടി തീരുമാനിക്കാൻ കേട്ടോ. പിന്നീട് ഗിരിയും മുകുന്ദനും മഹിമയും മഞ്ജുവും ഗൗരമ്മയും കൂടി സംസാരിക്കുകയാണ്. എന്നിട്ട് ഗൗരമ്മ ചോദിക്കുകയാണ്, എങ്ങനെയാണ് ഈ ആധാരം നമ്മുടെ പേരിലായത്, നീ അതിനെക്കുറിച്ചൊന്ന് വിശദമായി പറ എന്ന് പറയുമ്പോൾ ഗിരി പുഞ്ചിരിയോട് കൂടി പറയുകയാണ്, ജോർജേട്ടൻ നാട്ടിലേക്ക് വരുന്നുണ്ട് എന്ന് ഞാൻ അറിഞ്ഞിരുന്നു. അങ്ങനെ എയർപോർട്ടിൽ വെച്ചിട്ടാണ് ഞാൻ ജോർജേട്ടനെ കൈയോടെ പൊക്കിയത്. കുറച്ച് ആളുകളുണ്ട് എയർപോർട്ടിൽ, അവരോടാണ് ഞാൻ ഇക്കാര്യം പറഞ്ഞത്. അപ്പോൾ എയർപോർട്ടിലെ ചെക്കിങ്ങിനാണെന്ന് പറഞ്ഞ് ജോർജേട്ടനെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിയിരുത്തിയിട്ട് അവിടേക്ക് ചെന്നു എന്ന് പറയുമ്പോൾ മഹിമ പറയണ്, അപ്പോൾ ജോർജേട്ടനെ ഗിരിയേട്ടൻ നല്ല ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടാകുമല്ലേ എന്ന് പറയുമ്പോൾ, അയ്യടി ഇതെന്താ സിനിമയാണോ, ഭീഷണിപ്പെടുത്തി കാര്യങ്ങളൊക്കെ നടത്താൻ അങ്ങനെയൊന്നും ചെയ്തില്ല. ഞാൻ ജോർജേട്ടൻ്റെ കാലിൽ വീണങ്ങ് കരഞ്ഞുകൊണ്ടാണ് സംസാരിച്ചു, വാ തോരാതെ സംസാരിച്ചു, നന്നായിട്ട് തന്നെ ഞാൻ സെൻറ്റി അടിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇവന് ബുദ്ധിസ്ഥിരതയില്ല എന്നുള്ളത് മഹിമയ്ക്ക് അപസ്മാരമാണെന്നും ഗൗരിയമ്മയ്ക്ക് വാദത്തിൻ്റെ അസുഖമാണെന്നൊക്കെ അങ്ങ് തട്ടിവിട്ടു എന്ന് പറയുമ്പോൾ ഗൗരിയമ്മ, എടാ ഇഷ്ട ഓടി നടക്കുന്ന എനിക്ക് വാദത്തിൻ്റെ അസുഖമുണ്ടെന്നോ, അങ്ങനെയൊക്കെ പറഞ്ഞതുകൊണ്ടാണ് ഗൗരിയമ്മ ഈ വീട് നമുക്ക് കിട്ടിയത്. എൻ്റെ കഥ കേട്ടപ്പോഴത്തേക്കും ജോർജേട്ടന് സങ്കടം വന്ന് കരഞ്ഞ് ആഗ്രഹമായിട്ടുണ്ടായിരുന്നു. അബി കൊടുക്കാൻ ഉദ്ദേശിച്ച അതേ തുകക്ക് തന്നെ ജോർജേട്ടൻ നമുക്ക് ഈ വീട് തന്നത്. ആ കൈയോടെ ഞാൻ ആ തുക അങ്ങ് കൊടുത്ത് നേരെ രജിസ്റ്റർ ഓഫീസിലേക്ക് കൊണ്ടുപോയി രജിസ്ട്രേഷൻ നടത്തി എന്ന് പറയട്ടോ. അപ്പോൾ മുകുന്ദൻ ചോദിക്കുകയാണ്, അല്ല എവിടുന്നാണ് നിങ്ങൾക്ക് ഇതിനു മാത്രം അധികം പൈസ എന്ന് ചോദിക്കുമ്പോൾ ഗിരി മഞ്ജുവിനെ ഒന്ന് നോക്കുക കേട്ടോ. എന്നിട്ട് മഞ്ജു പറയണ, ഞങ്ങൾ രണ്ടുപേരും കഴിഞ്ഞ കുറേ കാലമായി പൈസ കൂട്ടി വെക്കുന്നുണ്ടായിരുന്നു നമ്മുടെ പഴയ വീട് നമുക്ക് തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾക്ക് തോന്നി അതിനേക്കാളും കൂടുതൽ ആവശ്യം നിങ്ങൾക്കാണെന്ന് തോന്നിയത് കൊണ്ടാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്തത്. കേട്ടപ്പോൾ മഹിമയ്ക്കും മുകുന്ദനും ഗൗരിയമ്മക്കും നല്ല വിഷമാവാൻ കേട്ടോ. അപ്പം മഹിമ പറയണ, ചേച്ചി ആ സ്ഥലം വീണ്ടെടുക്കാൻ വേണ്ടി ആ വീടും സ്ഥലം വീണ്ടെടുക്കാൻ ഒരുപാട് ആഗ്രഹിച്ചതല്ലേ എന്ന് പറയുമ്പോൾ ഗിരി പറയണ, അതിനൊക്കെ ഇനിയും സമയമുണ്ടല്ലോ, ആ വീടും സ്ഥലവും കൈവിട്ട് പോവാതെ നോക്കാൻ എനിക്കറിയാം, നിങ്ങൾക്കാണല്ലോ ഇപ്പോൾ ഇത് ഏറ്റവും കൂടുതൽ അത്യാവശ്യമുള്ളത്, അതുകൊണ്ടാണ് ഇക്കാര്യം ചെയ്തത്. അപ്പോൾ മുകുന്ദൻ ചോദിക്കുക, എടാ ഇത്രയും വലിയ തുക എന്ന് പറയുമ്പോൾ നീ എന്നോട് കാശിൻ്റെ കണക്ക് പറയരുത്. ഓ മഞ്ജു പറയണേ, ഇത് ഞങ്ങൾ നിങ്ങൾക്ക് തരുന്ന വിഷു കൈനോട്ടമായി കണ്ടേക്ക്, പിന്നെ നിനക്കിനി സ്ത്രീധനം കിട്ടിയില്ല എന്നൊന്നും പറയരുത് എന്ന് ഗിരി പറയട്ടോ. ഞങ്ങളുടെ കുട്ടിയെ നിന്നെ ഏൽപ്പിച്ചപ്പോൾ നിനക്ക് ഈ സ്ത്രീധനമായി ഈ വീട് തന്നു. ഓ മുകുന്ദൻ പറയണേ, നീ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഞാൻ ഈ കാശ് മുഴുവനും നിനക്ക് ഞാൻ തിരിച്ചു തന്നിരിക്കും എന്ന് പറയുമ്പോൾ മഹിമ പറയണേ, നമ്മൾ തിരിച്ചു കൊടുക്കും, നമുക്ക് രണ്ടുപേർക്കും ഉണ്ടല്ലോ ഉത്തരവാദിത്വം, അതുകൊണ്ട് നമ്മൾ തന്നെ ഈ പൈസ മുഴുവനും തിരിച്ച് ഇവർക്ക് കൊടുത്തിരിക്കും. ഗിരി പറയണേ, നിങ്ങൾ അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ നിങ്ങളെ നിരുത്സാഹപ്പെടുത്തുന്നില്ല, കാരണം അതിൽ കുറച്ച് കാശൊക്കെ ഞാൻ കടം വാങ്ങിയതാണ്. ഗൗരിയമ്മ മഹിമയോട് പറയണേ, മോളല്ലേ പറഞ്ഞത് മോൾക്ക് ഐശ്വര്യമില്ല എന്ന്, ഇപ്പൊ കണ്ടില്ലേ, മോളുടെ ഐശ്വര്യം കണ്ടാണ് നമുക്ക് ഈ വീട് കിട്ടിയത്, വാടകക്കാരിൽ നിന്നും നമ്മൾ ഇവിടെ ഈ വീടിന്റെ വീട്ടുടമസ്ഥരായില്ലേ എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഗിരി പറയണേ, കണ്ടില്ലേ ഗൗരിയമ്മയുടെ ഒരു സന്തോഷം. അപ്പോൾ ഗൗരിയമ്മ മുകുന്ദനെയും ഗിരിയെയും ചേർത്ത് പിടിച്ചുകൊണ്ട് പറയുകയാണ്, ഈ സ്ഥലമോ വീടോ ഒന്നുമല്ല എൻ്റെ സ്വത്തുക്കൾ, എൻ്റെ ഈ രണ്ട് മക്കളാണ് എൻ്റെ സ്വത്തുക്കൾ എന്ന് പറയട്ടെ. അത് കേട്ടപ്പോൾ ഗിരിക്ക് നല്ല സങ്കടം വരട്ടെ. അങ്ങനെ ഗിരി അറിയാതെ കണ്ണ് നിറഞ്ഞു പോകുമ്പോൾ മഹിമ പറയണ, അയ്യേ ഗിരിയേട്ടൻ കരയുന്നു എന്ന് പറയുമ്പോൾ, ഓ ഒന്നുമില്ല, നീ ഒന്ന് പോടി, ഞാൻ കരഞ്ഞിട്ടൊന്നുമില്ല. അങ്ങനെ എല്ലാവർക്കും ഒരുപാട് സന്തോഷത്തോട് കൂടിയിട്ടാണ് ഗൗരിയമ്മയും മുകുന്ദനും ഗിരിയും മഞ്ജുവും മഹിമയും നിൽക്കുന്നത്. പിന്നീട് ഗോപാലൻ്റെ വീട്ടിൽ വിഷമിച്ചിരിക്കുകയാണ്. അപ്പോൾ അവിടേക്ക് ചാച്ചുവും ശാലിനിയും വരികയാണ്. ചാച്ചു ചോദിക്കുകയാണ്, എന്താ ഗോപാലേട്ട ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്, വിഷുവല്ലേ, നമുക്ക് വിഷുവിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണ്ടേ എന്ന് പറയട്ടോ. അപ്പോൾ ഗോപാലൻ, നിങ്ങൾ തന്നെ ചെയ്താൽ മതി എന്ന് പറയുമ്പോൾ ശാലിനി പറയണം, അതെന്താ ഡാഡിക്ക് ഒരു ഉഷാറില്ലാത്തത്. അപ്പോൾ ചാച്ചു പറയണ, നമ്മുടെ വീട്ടിൽ സഞ്ജു ഇല്ലാത്ത ആദ്യത്തെ വിഷു ആണെന്ന് പറയട്ടോ. അപ്പോൾ ശാലിനിക്കാണെങ്കിലോ സഞ്ജു അവിടേക്ക് വരുന്നത് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല, ആ സ്വത്തുക്കളൊക്കെ എല്ലാം ഒറ്റയ്ക്ക് കൈയടക്കണമെന്നാണ് കേട്ടോ ശാലിനിയുടെ മനസ്സിലിരിപ്പ്. അങ്ങനെ ശാലിനി ഗോപാലൻ്റെ മനസ്സ് മാറ്റിയെടുക്കണം. അച്ഛന് വീണ്ടും സഞ്ജുവിനെ ഇവിടേക്ക് കൊണ്ടുവരണമെന്ന് ആഗ്രഹമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, അവൻ ഇവിടേക്ക് വരികയാണെങ്കിൽ ഞാൻ അവനെ ഉറപ്പായും ഇവിടേക്ക് സ്വീകരിക്കുമെന്ന് പറയുമ്പോൾ, ഡാഡിക്ക് എൻ്റെ മനസ്സിൽ ഒരു സ്ഥാനമുണ്ട്, ഡാഡി അത് കളഞ്ഞു കുളിക്കരുത്. ഡാഡി അവനെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കിയ സമയത്ത് എനിക്ക് ഡാഡിയെക്കുറിച്ച് ഒരു അഭിമാനമുണ്ടായിരുന്നു. അവൻ എന്തെല്ലാം തരത്തിലാണ് ഡാഡിയെ അപമാനിച്ചതും മോശക്കാരനാക്കിയതും. ഡാഡിയുടെ രാഷ്ട്രീയ ഭാവി തന്നെ അവൻ കാരണം ഇല്ലാതായില്ലേ. അത് കഴിഞ്ഞ് അവൻ കാരണം ആ മാധവൻ്റെ കാല് വരെ പിടിക്കേണ്ടി ഡാഡിക്ക് വന്നില്ലേ. അതൊക്കെ ഒന്ന് ഓർത്തു നോക്ക് എന്ന് പറയട്ടെ. അപ്പോൾ ഗോപാലൻ അക്കാര്യം അങ്ങ് ഓർക്കുകയാണ്. സഞ്ജു ജയിലിലായ സമയത്ത് അവനെ വെറുതെ വിടാൻ വേണ്ടി മാധവൻ്റെ കാല് വരെ പിടിക്കാരും ഓർക്കണ്ട. അപ്പോൾ ചാച്ചു പറഞ്ഞു, എന്താ ശാലി, ഗോപാലേട്ടൻ എല്ലാം മറക്കാൻ നോക്കുന്ന സമയത്ത് നീ എന്തിനാണ് അതൊക്കെ ഓർമ്മിപ്പിക്കുന്നത് എന്ന് പറയുമ്പോൾ, ഞാൻ ഓർമ്മിപ്പിക്കും, ഇനി ഈ വീട്ടിലേക്ക് സഞ്ജയ് വരാൻ പാടില്ല, സഞ്ജയെ ഒരിക്കലും ഈ വീട്ടിൽ
വീട്ടിലേക്ക് കയറ്റരുത് എന്ന് പറയുമ്പോൾ അതിന് ഞാൻ സഞ്ജയിനെ വീട്ടിലേക്ക് കയറ്റില്ല എന്ന് പറഞ്ഞിട്ടില്ല, സ്വപ്നയെ കൂട്ടി വരരുത് എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ ചാച്ചു പറയണ ഗോപാലേട്ടൻ തീരുമാനിച്ചതിൽ എന്ത് തെറ്റാണുള്ളത്, സഞ്ജയ് ഇവിടേക്ക് വന്നാൽ സ്വീകരിക്കുന്നതിൽ ഒരു തെറ്റുമില്ല എന്ന് പറയുമ്പോൾ ശാലിനി പറയണ ഇല്ല, അവനെ ഇനി ഈ വീട്ടിലേക്ക് കയറ്റാൻ ഞാൻ സമ്മതിക്കില്ല. അവൻ കാരണം ഡാഡിക്ക് ഇതുവരെയും അപമാനം മാത്രമാണ് ഉണ്ടാക്കിയത്, പിന്നെ എന്തിനാണ് അവനെ ഈ വീട്ടിലേക്ക് കയറ്റുന്നത്, അതിന് ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് ശാലിനി പോവുകയാണ് കേട്ടോ. അങ്ങനെ ഗോപാലൻ ഒന്നും മിണ്ടാതെ ഗോപാലനും പോവാണ്. അപ്പോൾ ചാച്ചുവിന് എങ്ങനെയെങ്കിലും സഞ്ജുവിനെ വീട്ടിലേക്ക് വരുത്താനായിട്ട് സഞ്ജയ് ഇല്ലാത്തത് കൊണ്ട് നല്ല വിഷമമുണ്ട് എന്ന് ചാച്ചുവിന് മനസ്സിലാവുക കേട്ടോ. പിന്നീട് ഗിരിയുടെ വീട്ടിൽ എല്ലാവരും വിഷു കാണാൻ വേണ്ടി കണി ഒരുക്കി വെച്ചിട്ടുണ്ടാവും. അങ്ങനെ എല്ലാവരും ഓരോരുത്തരായിട്ട് വിഷു കാണുകയാണ് കേട്ടോ, വിഷുക്കണി കാണുകയാണ്. അപ്പോൾ ഭാനുഅമ്മ ഓരോരുത്തർക്കായിട്ട് കൈനീട്ടം കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ പറയാണ് സഞ്ജയോട്, അടുത്ത വിഷു ആകുമ്പോഴത്തേക്കും നീ ഗോപാലിൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോകണം, അല്ല എന്നുണ്ടെങ്കിൽ നിനക്കൊരു ജോലി ഉണ്ടായേ മതിയാവൂ എന്ന് പറയട്ടോ. അപ്പോൾ മഞ്ജു എന്താ ഗിരിയേട്ട ഇങ്ങനെയൊക്കെ പറയുന്നത്, ഞാൻ പറഞ്ഞതിൽ എന്ത് തെറ്റാണുള്ളത് എന്ന് ചോദിക്കുമ്പോൾ സ്വപ്ന പറയണേ, കണ്ടില്ലേ വിഷു ആയിട്ട് പറയാൻ പറ്റിയ വാക്കുകൾ കൊള്ളാം, നല്ല ഐശ്വര്യം തന്നെ എന്ന് പറയുമ്പോൾ ഭാനുഅമ്മയും കൂടി ചേർന്ന് പറയാണ് അവൻ പറഞ്ഞതിൽ തെറ്റാണുള്ളത് എന്ന് പറയുമ്പോൾ ഗിരി പറയണേ, ഈ വർഷം എനിക്കും ഉത്തരവാദിത്തങ്ങൾ കൂടാൻ പോവുകയാണ്, അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ സ്വന്തം കാലിൽ നിൽക്കേണ്ട ആവശ്യം നിങ്ങൾക്കുമുണ്ട്, നിങ്ങൾക്കും ഒരു കുഞ്ഞ് ജനിക്കാൻ പോവുകയാണെന്ന് പറയുമ്പോൾ അപ്പോൾ എന്താ ഞങ്ങൾക്ക് ഇവിടെ ഒരു അവകാശവും ഇല്ലേ എന്ന് സ്വപ്ന ചോദിക്കുമ്പോൾ നിന്റെ അവകാശത്തെക്കുറിച്ചൊന്നും നീ പറയേണ്ട, ഇത്രയും കാലം നിന്നെ കഷ്ടപ്പെട്ട് നോക്കി വളർത്തിയ ഈ ഗിരിയോട് നീ എന്നെങ്കിലും ഒരു സ്നേഹത്തോടു കൂടി പെരുമാറുകയോ അനുസരിക്കുകയോ ചെയ്തിട്ടില്ലല്ലോ, ഇവനെ കിട്ടിയപ്പോൾ നീ ധിക്കാരത്തോടു കൂടി അവനോട് സംസാരിക്കുകയും അവൻ്റെ കൂടെ ഇറങ്ങി പോവുകയുമല്ലേ ചെയ്തത്, എന്നിട്ടും അവൻ നിന്നെ ഗോപാലൻ അവിടെ ആ വീട്ടിൽ കയറ്റാതിരുന്നപ്പോഴും അവൻ നിങ്ങളെന്നെ ഇവിടേക്ക് കൊണ്ടുവരികയല്ലേ ചെയ്തത്, അതുകൊണ്ട് അടുത്ത വിഷു ആകുമ്പോഴത്തേക്കും രണ്ടുപേരും ഈ വീട്ടിൽ കാണാൻ പാടില്ല എന്നുണ്ടെങ്കിൽ എനിക്കും നിങ്ങളെ ചീത്ത പറയേണ്ടി വരും എന്ന് പറയട്ടോ. അങ്ങനെ ഭാനുഅമ്മയും ഗിരിയും ഒരുപോലെ പറഞ്ഞപ്പോൾ സ്വപ്നയ്ക്കും സഞ്ജയ്ക്കും അത് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അങ്ങനെ മഞ്ജുവും ഗിരിയും ഭാനുഅമ്മയും കൂടി അകത്തേക്ക് പോയി കഴിഞ്ഞ ശേഷം ഭാനുഅമ്മ കൈനീട്ടം കൊടുത്ത ആ പൈസ ഇങ്ങനെ നോക്കിയിട്ട് സഞ്ജയ് ദേഷ്യത്തോട് കൂടിയിട്ടാണ് കേട്ടോ നോക്കുന്നത്. ഭാനുഅമ്മ സഞ്ജയോട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് രണ്ടുപേർക്കും ജോലിയൊന്നും ഇല്ലാത്തതാണ്, അതുകൊണ്ട് ഈ കൈനീട്ടം സൂക്ഷിച്ച് ചെലവാക്കിയാൽ നിങ്ങൾക്ക് നന്ന് എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഭാനുവ പോകുന്നത്. അങ്ങനെ സഞ്ജയ്ക്ക് ആ കൈനീട്ടം പോലും ഇഷ്ടപ്പെടാതെയാണ് കേട്ടോ സഞ്ജയ് ദേഷ്യത്തിൽ ഇങ്ങനെ നോക്കുന്നത്. അടുത്ത എപ്പിസോഡിൽ ഗോപാലിനോട് വിഷു ആയിട്ട് ചാച്ചുവും ശാലിനിയും കൂടി സംസാരിക്കുന്ന സമയത്ത് ചാച്ചു പറയുന്നുണ്ട്, സഞ്ജയ് ഇവിടെ ഇല്ലാത്തത് കൊണ്ട് വല്ലാത്തൊരു വിഷമം, സഞ്ജയെ നമുക്ക് ഇവിടേക്ക് വരുത്താം എന്ന് പറയുമ്പോൾ ഗോപാലൻ പറയണേ, ഞാൻ സഞ്ജയെ ഇരു കൈയും നീട്ടി ഞാൻ സ്വീകരിക്കും, പക്ഷേ അവളെ ഉപേക്ഷിച്ച് ഇവിടേക്ക് വരണം, എങ്കിൽ മാത്രമാണ് ഞാൻ അവനെ സ്വീകരിക്കുകയുള്ളൂ എന്ന് പറയുമ്പോൾ വീണ്ടും ശാലിനിക്ക് ദേഷ്യം വരികയാണ് കേട്ടോ. ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഇത്രയൊക്കെ ഡാഡിയെ അപമാനിച്ചിട്ടും വീണ്ടും സഞ്ജയെ തന്നെ ഇവിടേക്ക് വരുത്തണമെന്ന് ഡാഡി ചിന്തിക്കുന്നുണ്ടല്ലോ എന്ന് അതിന് മനസ്സിൽ ചിന്തിക്കാൻ കേട്ടോ. എങ്ങനെയെങ്കിലും സഞ്ജയെ ഇവിടേക്ക് കയറ്റരുത്, എന്നിട്ട് ഈ സ്വത്തുക്കളൊക്കെ എനിക്ക് സ്വന്തമാക്കണം എന്നുള്ള ചിന്തയാണ് ശാലിനിയുടെ മനസ്സിലുള്ളത്. ഈ സമയം അഭിയും വിപിനും നല്ല ദേഷ്യത്തിലാണ് കേട്ടോ. മുകുന്ദനെയും മഹിമയെയും എങ്ങനെയെങ്കിലും അവരെ ജയിലിലാക്കണം, അല്ലെങ്കിൽ എൻ്റെ മനസ്സിലുള്ള പക കെട്ടടങ്ങില്ല എന്നൊക്കെ മനസ്സിൽ ചിന്തിക്കുകയാണ്. അപ്പോൾ വിപിൻ പറയുന്ന സമയത്ത് അഭി പറയുന്നുണ്ട്, നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, അവരെ രണ്ടുപേരെയും നമുക്ക് ജയിലഴിക്കുള്ളിലാക്കും, അതിനുള്ള വഴിയൊക്കെ ഞാൻ കണ്ടെത്തിക്കൊള്ളാം എന്നൊക്കെയാണ് കേട്ടോ അവർ മനസ്സിൽ ചിന്തിച്ചു കൂട്ടുന്നത്. ഈ സമയം ഗൗരിയമ്മയുടെ വീട്ടിൽ എല്ലാവരും സന്തോഷത്തോടു കൂടി വിഷു ആഘോഷിക്കുകയാണ്. അങ്ങനെ വിഷു കൈനീട്ടമായി മഹിമ മുകുന്ദനോട് ചോദിക്കുന്നത് ഒരു ഉമ്മയാണ് കേട്ടോ. അത് കേട്ടപ്പോൾ മുകുന്ദന് തന്നെ നല്ല സന്തോഷം വരികയാണ്. മഹിമയുടെ ആ സ്നേഹവും ഒക്കെ കാണുന്ന സമയത്ത് പിന്നീട് മുകുന്ദനും മഹിമയും കൂടി നേരെ ഭാനുമ്മയുടെ വീട്ടിലേക്ക് വരികയാണ്. എന്നിട്ട് ഗിരിയോടൊപ്പം മഞ്ജുവോടൊപ്പം ചേർന്ന് എല്ലാവരും സന്തോഷത്തോടു കൂടി വിഷു ആഘോഷിക്കുകയാണ്.